ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ബീഫ് ബിന്ദാലു ആണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു മസാല നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബീഫ് 1/2 കിലോ, വെളുത്തുള്ളി 4 അല്ലി, ഇഞ്ചി 1 കഷ്ണം, വറ്റൽമുളക് 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, ഏലക്ക 2 എണ്ണം, കറുവാപ്പട്ട 1 കഷ്ണം, കുരുമുളക് 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, സവോള ചെറുതായിട്ടരിഞ്ഞത് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വിനാഗിരി 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്, പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തേക്കുന്ന മസാലകൾ എന്ന് പറയുന്നത് ചെറിയ ജീരകം, പെരിഞ്ജീരകം, ഉലുവ, കുരുമുളക്, കടുക്, ഉലുവ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക്, 1 കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക. നമ്മൾ 1/2 കിലോ ബീഫിനാണ് ഇതെടുക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് മസാല മതി നമുക്ക്. ഇതൊന്ന് ചൂടാക്കിയിടണം. ഇത് എരിവുള്ള വറ്റൽമുളകാണ്. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. ഇനി ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ചേർത്തതിൻ്റെ മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ മുഴുവനായിട്ട് മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പൈസസ് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചേർത്താൽ മതി. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കണ്ട. പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. പാത്രത്തിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പം ഞാൻ നമ്മുടെ ചൂടാക്കിയ മിക്സ് എല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2-3 സാധനം കൂടെ ആഡ് ചെയ്യണം. വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത്, നമ്മൾ വിനാഗിരി വെച്ചിട്ടാണ് ഇത് അരയ്ക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ മസാല അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ ആദ്യം ബുദ്ധിമുട്ട്. ആദ്യം നിങ്ങൾ അതിലെ മൊത്തം മസാലയും കൂടെ ഒന്ന് പൊടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ചെറിയ ഇതല്ലേ ഉള്ളൂ, അളവല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അരയ്ക്കാൻ ഇച്ചിരി പാട് വരുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഈ ബീഫ് ഒന്ന് പുരട്ടി വെക്കണം. ഈ മസാലയും ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കണം. ഞാൻ ഈ ബീഫിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇത് നന്നായിട്ടൊന്ന് ഈ ബീഫും ഈ മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് പുരട്ടി വെക്കാം. നമ്മൾ സാധാരണ ബീഫ് വളർത്താൻ ചെറുതായിട്ടാണ് ഇടുന്നത്. ഈ ബിന്ദാലു വെക്കുമ്പോൾ ഇച്ചിരിയും കൂടെ വലുപ്പത്തിൽ എടുക്കണം. ഇപ്പം നമ്മൾ മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഞാൻ വറ്റൽമുളകിൻ്റെ അളവ് കുറച്ചത്. അല്ലെങ്കിൽ വറ്റൽമുളക് ആ വിനാഗിരി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ആ വിനാഗിരിക്കകത്തൊക്കെ ഒന്ന് ഇച്ചിരി നേരം ഇട്ട് വെച്ചിട്ട് ചെയ്താലും മതി. നമുക്ക് ഈ മിക്സി ലാസ്റ്റ് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം വേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ. ഇങ്ങനെ പുരട്ടി ഒരു 1-2 മണിക്കൂർ ബീഫ് വെക്കുവാണെങ്കിൽ നല്ലതാണ്.
ഇപ്പം ഞാനിത് മൂടി ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊരു ബീഫ് വേകുന്ന വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ചിലപ്പോൾ 5 or 6 വിസിൽ വേണ്ടി വരുമായിരിക്കും. ബീഫ് വേകുന്ന സമയം കൊണ്ട് അതിന് വേണ്ട സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അത് നന്നായിട്ടൊന്ന് വാടിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകണം. ഇപ്പം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് സവോളയൊക്കെ നന്നായിട്ട് മൂത്തു. നമ്മൾ മുമ്പ് അരച്ച മസാലയിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂൺ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മസാലയായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വിനാഗിരി കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഉപ്പും നോക്കണം. എനിക്കിപ്പം വിനാഗിരി ഇച്ചിരി കുറവുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മീഡിയം തീയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം തന്നെ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് 1 നുള്ളു പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്.